എന്താണ് നേരത്തെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ചപ്പോഴും ഇപ്പോൾ താമര ചിഹ്നത്തിൽ എനിക്ക് വോട്ട് ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജനങ്ങളെ സമീപിക്കുമ്പോഴുമുള്ള വ്യത്യാസം? എന്നോടൊരു സ്ത്രീ തുറന്നു പറഞ്ഞു, ഇപ്പോഴാണ് പത്മേശി ശരിക്കുള്ള സ്ഥലത്തെത്തിയതെന്ന്. പക്ഷെ അത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത് കണ്ടില്ലല്ലോ. ആ ചേച്ചിനെ പാവം ഇങ്ങനെ തോപ്പിച്ചു വിട്ടു എന്ന് കോൺഗ്രസ്സുകാർക്ക് തന്നെ ഒരു സിമ്പതി ഉണ്ട് ഉള്ളില്. ഇവരൊരു കോക്കസിന്റെ കയ്യിലാണ് ഇവിടെ പാർട്ടി. തിരിച്ചു വിളിച്ചിട്ടുണ്ടോ അതിനെ? എത്ര പ്രാവശ്യം എന്നെ പല നേതാക്കന്മാരും വിളിച്ചിട്ടുണ്ടെന്ന് പേര് ഞാൻ പറയുന്നില്ല. പാർട്ടിയിലേക്ക് മാറി വന്നതിന് ശേഷം, BJP-യിലേക്ക് വന്നതിന് ശേഷം ഈ 2 കൊല്ലം എന്നെ വിളിച്ചിട്ടുണ്ട് പലരും. പക്ഷെ കെ മുരളീധരൻ അവരുമായിട്ട് സമരസപ്പെട്ടു. അപ്പോൾ തൃശ്ശൂരിൽ അദ്ദേഹത്തെയും കാലുവാരി തോൽപ്പിച്ചതാണല്ലോ. ഇതില് മുരളിയേട്ടൻ അവർ കാലുവാരുമെന്നാണ് എനിക്ക് സംശയം. കോൺഗ്രസ് അല്ലേ പാർട്ടി. വലിയ പദവി ഓഫറോ അങ്ങനെ ഒന്നും വന്നില്ല ഇതുവരെ. ഇതിലുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വെറുതെ നിന്നാൽ മതി, ബാക്കിയെല്ലാം പാർട്ടിക്കാർ നോക്കും. കോൺഗ്രസിൽ നിന്നപ്പോൾ ഒരിക്കലും അങ്ങനെ ഒരു മനസ്സുഖത്തോടു കൂടി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടില്ല. എനിക്കറിയാം ഇപ്പുറത്ത് എന്നെ കുത്താനുള്ള വരാം. അച്ഛനെ എഴുത്തിയിട്ടില്ല ഇവിടുത്തെ കോൺഗ്രസ്.